മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണത്തിൽ കള്ളക്കളി തെളിയിക്കുന്ന വിവരാവകാശ രേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സ്പോൺസർ സ്റ്റേഡിയം കൈമാറിയത് നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാതെ എന്നാണ് ഈ രേഖയിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. ജനുവരി 19-ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ജോലികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് മറുപടി. അതേസമയം ജോലികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും കലൂർ സ്റ്റേഡിയം കൈമാറി അതിനുശേഷമാണ് കൈമാറിയതെന്നുമാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിശദീകരണം നൽകുന്നത്. സ്റ്റേ മൂലം ചെയ്യാനാകാതെ വന്ന ജോലികളായിരിക്കാം പൂർത്തീകരിച്ചിട്ടില്ല എന്ന് GCDA ഉദ്ദേശിച്ചത് എന്നുമാണ് സ്പോൺസറുടെ മറുപടി. വിഷ്ണു പ്രകാശാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ ചേർന്ന. വിഷ്ണു, നേരത്തെ തന്നെ ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടും സ്റ്റേഡിയം നവീകരണത്തിനായി കൈമാറിയതുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ പൊരുത്തക്കേടുകളും വിവാദങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി വ്യക്തമാകുന്നുണ്ട്? രതീഷേ, ഈ കളിയുമായി ബന്ധപ്പെട്ട് തന്നെ സ്പോൺസർ ഈ കാര്യത്തിൽ ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. ഇത് ഓരോന്നും നമ്മൾ പരിശോധിച്ച് വരുമ്പോഴാണ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള നവീകരണ ജോലി സ്പോൺസർ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ കരാർ സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങൾ, SKFുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാർ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിന്നിരുന്നു. ഇതിനൊടുവിലാണ് കഴിഞ്ഞ മാസം ഒക്ടോബർ 27-ാം തീയതി ഈ സ്പോൺസറായിട്ടുള്ള വ്യക്തി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, നവംബർ കളി ഏതായാലും നിശ്ചയിച്ച തീയതിയിൽ നടക്കാൻ സാധിക്കില്ല, അതിന് ടീമിന്റെ ട്രാവൽ പോളിസിയിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിന്റെ അനുമതി സംബന്ധിച്ചുള്ള ഫിഫയുടെ അനുമതി സംബന്ധിച്ചുള്ള തർക്കവും നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഡേറ്റിൽ കളി നടക്കാൻ സാധിക്കില്ല, പക്ഷേ പകരം മറ്റൊരു ദിവസം കളി നടക്കും. ഏതായാലും അതിനു മുമ്പ് നവംബർ 30 വരെയാണ് ഈ സ്റ്റേഡിയം കൈമാറിക്കൊണ്ടുള്ള SKFിന്റെ കൈമാറിക്കൊണ്ടുള്ള ഒരു കരാർ സ്പോൺസർക്കുള്ളത്. അപ്പോൾ അതിനു മുൻപ് തന്നെ സ്റ്റേഡിയത്തിന്റെ എല്ലാ ജോലികളും, അതായത് സ്പോൺസർ ഏറ്റെടുത്ത് നടത്തിയ എല്ലാ ജോലികളും പൂർത്തിയാക്കി ഫിഫ നിലവാരത്തിൽ അത് ഉയർത്തി അതിന്റെ അനുമതി പൂർത്തിയാക്കിക്കൊണ്ടുള്ള തരത്തിൽ ഈ സ്റ്റേഡിയം കൈമാറുമെന്നാണ് സ്പോൺസർ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അത് പ്രകാരമാണ് നമ്മളിപ്പോൾ വിവരാവകാശം തേടിയത്. വിവരാവകാശം തേടിയപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് GCDA നൽകിയിരിക്കുന്ന മറുപടി ആ ജോലികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായിട്ട് ഇവർ ചെലവാക്കിയിരിക്കുന്ന ഈ സ്പോൺസർ ഇതിന് ചെലവാക്കിയിട്ടുള്ള തുകയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിനും അത് തുക കണക്കാക്കിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിഫ മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ, അതിന്റെ പരിശോധന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അത്തരം ഒരു തരത്തിലുള്ള പരിശോധനയും നടന്നിട്ടില്ല. അത് GCDAക്ക് അതിന്റെ വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറുപടി. അപ്പോൾ ഇതിൽ നിന്ന് സ്പോൺസർ നൽകുന്ന വിശദീകരണം ഏത് സ്വഭാവമുള്ളതാണ്? ഇപ്പോൾ സ്റ്റേഡിയം നവീകരിച്ചു, അതിനുശേഷമാണ് കൈമാറി. സ്റ്റേ മൂലം ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, അതായിരിക്കാം GCDA ഉദ്ദേശിക്കുന്നത് എന്ന വാദം നിലനിൽക്കുന്നതാണോ? നമ്മളിപ്പോൾ അതിലേക്കുള്ള വിശദമായിട്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ GCDAയുടെ അടക്കം പ്രതികരണം തേടുന്ന നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും സ്പോൺസറോട് നമ്മൾ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് സ്പോൺസർ ഇക്കാര്യം പറയുന്നത്. നവംബർ 30-ാം തീയതി തന്നെ അത് GCDAയും അംഗീകരിക്കുന്ന കാര്യമാണ്. നവംബർ 30 എന്നുള്ള തീയതിയിൽ സ്പോൺസർ സ്റ്റേഡിയം GCDAക്ക് കൈമാറിയിട്ടുണ്ട്. GCDA അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേഡിയം കൈമാറുമ്പോൾ പൂർത്തീകരിക്കേണ്ട ചില ജോലികൾ, അത് സ്പോൺസർ പ്രധാനമായും ഇപ്പോൾ പറയുന്നത് അവിടെ ചുറ്റുമതിൽ നിർമ്മാണം നടത്തുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള ഒരു കോളേജുമായി ഒരു തർക്കമുണ്ടായിരുന്നു അതിന്റെ നിർമ്മാണം സംബന്ധിച്ച്. അപ്പോൾ കോളേജ് അധികൃതർ അത് ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി കയറുകയും പിന്നീട് അവിടെ നിന്നും സ്റ്റേ വാങ്ങിക്കുകയുമായിരുന്നു. ഇത്തരം ജോലികൾ താൽക്കാലികമായി നിർത്തിക്കൊണ്ടുള്ള സ്റ്റേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ജോലികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന GCDA നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ സ്പോൺസർ പറയുന്ന വിശദീകരണം. ഏതായാലും ഇതിൽ ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണ്, ഇല്ലെങ്കിൽ വിശദമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതിന്റെ നടപടികളിലേക്കാണ് ഇപ്പോൾ കടത്തിയിരിക്കുന്നത്. പക്ഷേ GCDAയുടെ വിവരാവകാശ രേഖ പ്രകാരം ഈ ജോലികൾ പൂർത്തിയാകാതെയാണ് സ്റ്റേഡിയം കൈമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായി പുറത്തു വരുന്ന വിവരം. എന്തായാലും ഇതിന്റെ കാര്യങ്ങളിലോട്ട് ഇപ്പോൾ സ്പോൺസർ പറഞ്ഞിരിക്കുന്ന കാര്യപ്രകാരം ലൈറ്റുകൾ അടക്കം സ്ഥാപിക്കുന്ന കാര്യങ്ങളിലും വാങ്ങി വച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിനെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിലെ 4 ഫ്ലഡ് ലൈറ്റുകൾ, അത് 4 മാറ്റി സ്ഥാപിക്കുന്നത് അടക്കമുള്ള ജോലികളാണ് സ്പോൺസർ ഏറ്റെടുത്ത് നടത്തിയത്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഇപ്പോൾ സ്പോൺസർ ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്പോൺസറുടെ തന്നെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് വിശദീകരണമായി അദ്ദേഹം പറയുന്നത് ലൈറ്റ് വാങ്ങി നൽകിയിട്ടുണ്ട്, അത് മത്സരത്തിന് മുന്നോടിയായി വയ്ക്കാം, ആ വയ്ക്കുന്നതോടുകൂടി ആ ജോലികൾ പൂർത്തിയാകും എന്നുള്ളതാണ് വിശദീകരണമാണ് ഇപ്പോൾ സ്പോൺസർ നൽകുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള ഇനിയും ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എത്രത്തോളം ജോലികൾ എത്ര ശതമാനത്തോളം പൂർത്തിയായി, ഇനി എന്തൊക്കെ ജോലികളാണ് പൂർത്തിയാകാനുള്ളത്, അതുപോലെ ഇനി പൂർത്തീകരിക്കേണ്ട ജോലിയുടെ ചെലവ് അത് ആര് വഹിക്കും എന്നതടക്കമുള്ള വലിയ വിവരങ്ങൾ ഇനി ഇതേ തുടർന്ന് പുറത്തു വരേണ്ടതായിരിക്കുന്നു.